നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങൾ രാജിവെക്കാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തടയണമെന്ന ഹർജി പിൻവലിച്ചു. ഹർജി പിൻവലിച്ചില്ലെങ്കിൽ 25,000 രൂപ പിഴയടക്കണമെന്നായിരുന്നു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശം. തുടർന്നാണ് അഭിഭാഷകനായ BA ആളൂർ പൊതുതാൽപര്യ ഹർജി പിൻവലിച്ചത്. ജനപ്രതിനിധികൾ വീണ്ടും മത്സരിക്കുന്നത് ജനങ്ങളുടെ നികുതി പണം കവരുന്നതാണ് എന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. ശ്യാം ദേവരാജ് വിശദാംശങ്ങളുമായി. ശ്യാം ദേവരാജ്, അങ്ങനെ ഒരു ആവശ്യം നേരത്തെ തന്നെ നിലവിലുണ്ട്. പക്ഷേ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം 6 മാസത്തിനുള്ളിൽ രാജിവെച്ചാൽ മതി എന്നുള്ളതാണ് ഭരണഘടനാപരമായുള്ള കാര്യം എന്നുള്ളതുകൊണ്ടാണോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പിഴയടപ്പിക്കും എന്ന് പറഞ്ഞത്? അങ്ങനെ തന്നെയാണ്. കാരണം ഇക്കാര്യത്തിൽ എന്തെങ്കിലും ജനപ്രതിനിധികൾ മത്സരിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവരെ അയോഗ്യരാക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ മത്സരിക്കുന്നത് തടയുന്ന കാര്യത്തിലോ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നിങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടില്ലെങ്കിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്ന കാര്യവുമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. ചീഫ് ജസ്റ്റിസ് ആശിഷ് ജെ ദേശായി അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഡിവിഷൻ ബെഞ്ചാണ് ഇക്കാര്യത്തിൽ ഈ നിലപാട് വ്യക്തമാക്കിയത്. നിങ്ങൾ ഈ ഹർജി പിൻവലിച്ചില്ലെങ്കിൽ 25,000 രൂപ പിഴയടക്കേണ്ടി വരും എന്ന കാര്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു. ഒരു വേള ഓർഡറിലേക്ക്, അതായത് ഉത്തരവിലേക്ക്, ഹർജി തള്ളുന്ന ഉത്തരവിലേക്കും പിഴയടക്കണമെന്ന ഉത്തരവിലേക്കും എത്തി. ഈ സാഹചര്യത്തിലാണ് അഭിഭാഷകൻ മാപ്പ് പറഞ്ഞതും ഹർജി പിൻവലിക്കാൻ തയ്യാറാണ് എന്ന കാര്യം അറിയിച്ചതും. തുടർന്നാണ് ഹർജി പിൻവലിക്കാൻ അനുമതി നൽകിയതും. തുടർന്ന് ഈ ഹർജി പിൻവലിക്കപ്പെട്ടതും. ഈ ഭരണഘടന നിലവിൽ സംസ്ഥാനത്ത് നിന്ന് MP-മാരോ MLA-മാരായ രാജ്യസഭാംഗങ്ങളോ ഒപ്പം സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭാംഗങ്ങളായ 7 ജനപ്രതിനിധികളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തടയണം, അല്ലെങ്കിൽ സ്ഥാനം രാജിവെച്ചതിന് ശേഷം മാത്രം മത്സരിക്കണം. അല്ലാതെ മത്സരിക്കുന്നത് ജനങ്ങളുടെ നികുതി പണം നശിപ്പിക്കുന്നതിന് തുല്യമാണ് എന്ന കാര്യമാണ് ഹർജിക്കാരൻ ഉന്നയിച്ചത്. ഈ വാദങ്ങൾ അംഗീകരിച്ചില്ല. നിങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്യാം ദേവരാജ്.